ഇത് ശിവരാത്രി മിനി വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ശിവരാത്രിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഇലയപ്പമാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തുറു വെച്ച ഇലയപ്പമാണ് കേട്ടോ ഇഷ്ടം. തുറു വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തേങ്ങയും ശർക്കരയൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഗോതമ്പ് മാവിലാണ് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. 2-3 പരത്താൻ എനിക്ക് സമയം കിട്ടിയുള്ളൂ കേട്ടോ. ഏകദേശം സന്ധ്യ ആവാറായി. അപ്പം ശിവരാത്രി അല്ലേ, വിളക്ക് കൊളുത്തണം. അപ്പോൾ വിളക്കിരിക്കുന്ന സ്ഥലമൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് കുളിക്കാൻ പോവാണ് കേട്ടോ. അന്നക്കുട്ടി നല്ല ഉറക്കമാണ്. ചേട്ടൻ ഇന്ന് വീട്ടിൽ നിന്നതുകൊണ്ട് അപ്പച്ചേട്ടൻ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് അപ്പച്ചേട്ടൻ കരാട്ടയ്ക്ക് പോയ സമയത്ത് നല്ല ഉറക്കമാണ് കേട്ടോ ആൾ. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ പുരട്ടി പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിൻ കെയറിൻ്റെ. അപ്പോൾ ഞാൻ ഉപ്ടാൻ പൗഡറൊക്കെ ഇട്ടു, എന്നിട്ട് കുളിച്ചു വന്നിട്ട് വിളക്കൊക്കെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ. ഇടയ്ക്കാണ് വിളക്ക് തേച്ച് വെച്ചെങ്കിലും ജസ്റ്റ് എല്ലാം ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുകയാണ്. ശിവരാത്രിക്ക് അപ്പൂപ്പനാണ് കേട്ടോ ഈ ഇലയപ്പമൊക്കെ ഉണ്ടാക്കാൻ രാവിലെ തൊട്ട് കുഴച്ച് എല്ലാത്തിനും കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര സ്വീറ്റ് മെമ്മറീസാണ്. ഞാൻ കുളിക്കാൻ പോയപ്പോഴത്തേനും അന്നക്കുട്ടി ഉണർന്നു കേട്ടോ. അന്നക്കുട്ടി ഉണർന്ന് അമ്മുഞ്ഞയുടെ കയ്യിലിരിക്കുകയാണ്. പിന്നെ ഞാൻ വിളക്ക് കത്തിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ എല്ലാ വൈകുന്നേരങ്ങളും ഇതുപോലെ അല്ല കേട്ടോ. എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വിളക്ക് കത്തിക്കാറുണ്ട്. ജോലിയെല്ലാം നേരത്തെ ഒതുങ്ങുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അമ്മമ്മയാണ് കത്തിക്കുന്നത്. അപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് ഞാൻ വാവ എടുക്കാറുണ്ട് കേട്ടോ. അപ്പുണ്ണിനെ ഞാൻ കൂടെ കൂട്ടാറുണ്ട് വിളക്ക് കത്തിക്കാൻ. അപ്പോൾ അപ്പുണ്ണിൽ നിന്ന് കരാട്ടെ ക്ലാസ്സിന് പോയിക്കാണ്, അതുകൊണ്ടാണ് ഇല്ലാത്തത്. അപ്പോൾ വിളക്ക് കത്തിക്കുകയാണ്. പണ്ടൊക്കെ ശിവരാത്രിക്ക് ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇവിടെ എല്ലാം അമ്മ എല്ലാം ഈ ഇലയപ്പമൊക്കെ ഉണ്ടാക്കാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും അമ്പലത്തിൽ പോകുന്നത്. പിറ്റേന്ന് ഉറക്കം ഒഴിക്കും ഞങ്ങൾ. ഈ യാമപൂജയിലൊക്കെ പങ്കെടുക്കുമ്പം ശിവക്ഷേത്രത്തിലൊക്കെ ഇരുന്നിട്ട് ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു സമാധാനമാണ്. അപ്പോൾ അന്നക്കുട്ടി ഞാൻ കയ്യിലെടുത്ത് കേട്ടോ. കുറച്ച് നേരമൊക്കെ അടങ്ങിയിരുന്നു. പിന്നെ കുറച്ച് വെകിളിത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആൾ. എന്നാലും ഇരുന്ന് എന്താണ് അമ്മ ചൊല്ലുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കും. പിന്നെ പിണക്കമായി. എന്നാലും പ്രാർത്ഥിച്ച് തീരും വരെ അവൾ എൻ്റെ കൂടെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഭസ്മം തൊട്ട് കൊടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഭസ്മം തൊട്ട് കൊടുക്കുന്നത്. എനിക്ക് തൊടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ എഴുന്നേറ്റപ്പോഴത്തേക്കും അമ്മമ്മ അടുക്കളയിൽ ഇലയപ്പം അടുപ്പത്താക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇലയപ്പം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഡിന്നർ ഇലയപ്പമാണ് കേട്ടോ. ഇന്ന് വളരെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഞാനും അന്നക്കുട്ടിയും കൂടെ അപ്പച്ചേട്ടനെ വിളിക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങി. അപ്പോഴത്തേനും നമ്മുടെ ഇലയപ്പം വെന്ത് കേട്ടോ. അപ്പോൾ അന്നക്കുട്ടിക്ക് ഞാൻ അതിൽ ശർക്കരയൊന്നും ആവാത്ത ഈ വരുമ്പ് മാത്രം ശകലം പിച്ചി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വായി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അല്ലാതെ കൂടുതലൊന്നും ഞാൻ കൊടുത്തില്ല. അതെന്നിട്ട് ഞാനും കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തവണ കുമ്പിളപ്പം ഒന്നും ഉണ്ടാക്കിയില്ല, ഇലയപ്പം മാത്രമാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും അതാണ് ഭയങ്കര ഇഷ്ടം. ഇതാണ് എൻ്റെ ശിവരാത്രി. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. ബൈ.